ഇപ്പം താങ്കൾക്കെതിരെ വ്യക്തിപരമായിട്ട് ഒട്ടേറെ ആരോപണങ്ങൾ പുള്ളിയെതിരെ താങ്കൾ മത്സരിച്ചത് തോക്കാൻ വേണ്ടിയാണ്, പണപ്പിരിവിന് വേണ്ടിയാണ് താങ്കൾ മത്സരിച്ചത് തുടങ്ങിയ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. എന്താണ് അതിനുള്ള മറുപടി? അതൊന്നും മറുപടി അർഹിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റേ അല്ല. അതിനൊന്നും മറുപടിയില്ല. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ജീവൻ മരണ പോരാട്ടമാണ് ജോയിയെ മുൻനിർത്തിക്കൊണ്ട് നടത്തിയത്. ജോയ് ആ ദിവസങ്ങളിൽ 1-2 മണിക്കൂറായിട്ടും ഉറങ്ങിയിട്ടുണ്ടാവുക. തെരഞ്ഞെടുപ്പ് പരാജയം വരുമ്പോഴത്തേക്ക് സങ്കടപ്പെട്ട് വീട്ടിനകത്ത് കുത്തിയിരിക്കുക എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ രീതിയല്ല. ജയപരാജയങ്ങൾ ഞങ്ങൾ ഒരേ രൂപത്തിലാണ് കാണുന്നത്. ഈ സമ്മേളനത്തിൽ പരാജയപ്പെട്ട ഒരു സ്നേഹിതൻ്റെ ആത്മവിലാപം എന്ന് വേണമെങ്കിൽ അതിനെ പറഞ്ഞ് നമുക്ക് അവഗണിച്ച് കളയാവുന്ന ഒരു കാര്യം മാത്രമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2685 ബ്രാഞ്ചുകളുണ്ട് ഞങ്ങളുടെ ജില്ലയിൽ. 2685 ബ്രാഞ്ച് സമ്മേളനങ്ങളും ഒരു മാസം കൊണ്ട് പൂർത്തിയാക്കിയ ജില്ലയാണ്. ഒരിടത്തും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഏതാണ്ട് 165 ലോക്കലുകളുണ്ട്, 185 ലോക്കലുകളുണ്ട്. ആ ലോക്കൽ സമ്മേളനങ്ങളിൽ ആകെ 1-2 സമ്മേളനങ്ങളിൽ മാത്രമാണ് വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ പോലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഉയർന്നു വന്നത്. അതൊക്കെ സ്വാഭാവികമാണ്. ഞങ്ങളുടെ പാർട്ടിക്ക് അതെല്ലാം സ്വാഭാവികമാണ്. ഇവിടെ 19 ഏരിയ ഉണ്ട്. അതിൽ 17 ഏരിയ സമ്മേളനങ്ങളും നല്ല നിലയിൽ പൂർത്തി. ഇന്നലെ മംഗലപുരം ലോക്കൽ ഏരിയ സമ്മേളനം നല്ല നിലയിലാണ് പൂർത്തീകരിച്ചത്. അവിടെ ഉദ്ഘാടനമുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. അതിനെക്കുറിച്ച് ചർച്ച നടത്തിയതിന് ശേഷം പുതിയ കമ്മിറ്റി തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി പഴയ കമ്മിറ്റി ഒരു പാനൽ ഉണ്ടാക്കി. ആ പാനൽ ഏരിയ സെക്രട്ടറി അവതരിപ്പിച്ചു. ഏരിയ കമ്മിറ്റി പുതിയ സെക്രട്ടറി തിരഞ്ഞെടുക്കാൻ വേണ്ടി കൂടിയപ്പോൾ 2 പേരുകൾ വന്നു. അത് സ്വാഭാവികമാണ്. 2-3 പേരുകൾ വരാം. അങ്ങനെ പേര് വന്നാൽ ഏറ്റവും കൂടുതൽ ഏരിയ കമ്മിറ്റി മെമ്പർമാർ അനുകൂലിക്കുന്നത് ആരെയാണെന്ന് നോക്കിയിട്ട് അവരെ സെക്രട്ടറിയായിട്ട് നിശ്ചയിക്കുക എന്ന് പറയുന്ന ജനാധിപത്യപരമായിട്ടുള്ള മര്യാദ നമ്മൾ കാണിച്ചത്. അത് ഉൾക്കൊള്ളാൻ ഉള്ള രാഷ്ട്രീയമായിട്ടുള്ള കാഴ്ചപ്പാടോ വിവേകമോ സംഘടനാപരമായിട്ടുള്ള ശക്തിയോ ഇല്ലാതെ പോയ ഒരാളായിപ്പോയി ഈ മധു എന്ന് പറയുന്ന ആൾ. അദ്ദേഹത്തിൽ നിന്ന് നമ്മളാരും ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല. 2 ടൈം പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി പ്രവർത്തിച്ച ഒരാളാണ്. ഇത്രയ്ക്കും കരുത്തില്ലാത്ത, സംഘടനാപരമായി രാഷ്ട്രീയ കരുത്തില്ലാത്ത ഒരാളാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നുള്ള പോരായ്മ ഞങ്ങൾ തന്നെ മനസ്സിലാക്കുകയാണ്. അതെ, ഇപ്പം വി ജോയ് സെക്രട്ടറി ആയ കാലഘട്ടത്താണല്ലോ ഇപ്പോൾ ഈ കാര്യങ്ങൾ വന്നിരിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് സംസാരിക്കാം. അതൊന്നും ഇപ്പം റിവീൽ ചെയ്യേണ്ട കാര്യമില്ല. അതെല്ലാം റിവീൽ ചെയ്യേണ്ട സമയത്ത് റിവീൽ ചെയ്യാം. ഓക്കെ, ഏതിൽ പോകുന്നതിനോട് നമുക്ക് യോജിപ്പൊന്നുമില്ല. ആർക്കും ഏതിൽ പോകാനുള്ള സ്വാതന്ത്ര്യമുള്ളൂ. അതൊന്നും നമുക്ക് പിടിച്ചു നിർത്താനൊന്നും പറ്റുകയില്ല. ഏരിയ അതെ, ഞങ്ങൾക്ക് ലേശം ക്ഷീണം അക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഉറപ്പാണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, ആര് പോയാലും ഒരാൾ പോലും മധുവിൻ്റെ കൂടെ അയാളുടെ മകൻ സംശയമാണ്. ഒരാൾ പോലും ഉണ്ടാവില്ല. ഒരു സംശയം. അയാളുടെ മകൻ ലോക്കൽ കമ്മിറ്റി മെമ്പറാണ്. ആ കൊച്ചൻ പോലും പോകുന്ന എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾ അതൊന്നും ഇപ്പം പറയേണ്ട കാര്യമില്ല. ഇപ്പം നമ്മൾ അയാളുടെ പ്രശ്നം ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് വേണമെന്നുള്ളത് പാർട്ടിയുടെ സംസ്ഥാന എന്തിനനുനയിപ്പിക്കണം മനസ്സിലായില്ലേ? ഞങ്ങൾ ഒരു തീരുമാനമെടുക്കുമ്പോൾ സംഘടനാപരമായി തീരുമാനിക്കാത്തേ ഉള്ളൂ.